ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 58-ാമത്തെ ശ്ലോകം. യഥാ സംഹരതേ ഛായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അർത്ഥം നമുക്ക് നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് എന്താണ് പറയുന്നത്? തൻ്റെ സ്വജനങ്ങളെ, തൻ്റെ ബന്ധുക്കളെ, തൻ്റെ ഗുരുനാഥന്മാരെ എല്ലാവരെയും കണ്ടപ്പോൾ തൻ്റെ കർമ്മം, തൻ്റെ കടമ മറന്നുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് തേർത്തട്ടിൽ തളർന്നിരിക്കുകയാണ് പാർത്ഥൻ. എന്നിട്ട് പാർത്ഥൻ പറയുന്നുണ്ട്, അങ്ങെനിക്ക് ഉപദേശിച്ചു തന്നാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ അർജുനൻ ചോദിച്ചതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. അക്കാര്യം പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം. അർജുനൻ കൃഷ്ണനോട് പറയുന്നു, അങ്ങെനിക്കു നേരായ മാർഗം കാണിച്ചു തന്നാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോഴാണ് സർവേശ്വരൻ ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ മാത്രം ഭഗവത്ഗീത പഠിക്കുക. അർത്ഥം നമുക്ക് നോക്കാം. യഥാ എപ്പോൾ, സംഹരതേ അർത്ഥം ഉൾവലിയുക, ച കൂടെ, അയം യോഗി, കൂർമോ അർത്ഥം ആമ. ആമ എന്നാണ് കൂർമോ, കൂർമ അവതാരം നമ്മൾ പഠിച്ചിട്ടില്ലേ. അംഗാനി അർത്ഥം കാലുകൾ, ഇവ പോലെയുള്ള, സർവശഃ അർത്ഥം എല്ലായിടത്തും, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാർത്ഥേഭ്യ അർത്ഥം ഇന്ദ്രിയ വിഷയങ്ങൾ, തസ്യ അർത്ഥം അവനെ, പ്രജ്ഞ ജ്ഞാനം, പ്രതിഷ്ഠിത അർത്ഥം ഇളക്കമില്ലാത്ത. ഇതാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം. ശ്ലോകാർത്ഥം എന്താണ് നമുക്ക് നോക്കാം. ആമ എല്ലായിടത്തു നിന്നും തൻ്റെ കാലുകളെ അകത്തേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ എപ്പോൾ ഒരാൾ പിൻവലിക്കുന്നുവോ അപ്പോൾ അയാളിൽ ജ്ഞാനം ഇളക്കമില്ലാത്തതായിത്തീരും എന്നാണ് സർവേശ്വരൻ അർജുനനോട് പറഞ്ഞത്. ഇവിടെ ആമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇല്ലേ? ആമ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ ആമ എന്തു ചെയ്യും? തൻ്റെ തലയും കാലും കൈയും എല്ലാം ആ തോട്ടിനുള്ളിലേക്ക്, ആമയുടെ തോടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടും. എന്നിട്ട് ഒരു കല്ലുപോലെ അവിടെ അങ്ങ് കിടക്കും. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രം തലയൊക്കെ പുറത്തേക്ക് ഇട്ട് പതിയെ ഇഴഞ്ഞ് പോകും. ഇതാണ് ആമയുടെ ഒരു സ്വഭാവം. അതായത് ആമ തൻ്റെ അവയവങ്ങളെ അകത്തേക്ക് ഇട്ടാൽ, അതായത് തോടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അത് പുറത്തേക്ക് തിരിച്ച് എടുക്കുകയില്ല തൻ്റെ അവയവങ്ങൾ. അതുപോലെ ആയിരിക്കണം ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയ നിഗ്രഹവും. അതായത് മനുഷ്യൻ്റെ വിഷയാസക്തിയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കെപ്പോഴും അങ്ങ് ആഗ്രഹങ്ങളാണ് അല്ലേ? താല്പര്യങ്ങൾ, ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ, മനസ്സിൻ്റെ താല്പര്യങ്ങൾ. ഇതുകൊണ്ടിട്ടാണ് പലപ്പോഴും നമ്മൾ ശരിയായ ജ്ഞാനം എന്താണ് എന്ന് മനസ്സിലാക്കാതെ പോകുന്നത്. നമ്മൾ ഒരു വ്രതം എടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? ആഹാരം കഴിക്കാൻ പറ്റുമോ? അന്ന് നല്ലൊരു സിനിമ ടി വിയിൽ വരുന്നുണ്ട്.
അത് വ്രത ദിവസം കാണാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ കല്യാണ സദ്യ ഉണ്ട്, അത് കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെ വ്രതമെടുക്കും? ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വയറിൻ്റെയും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ അല്ലേ? ഇങ്ങനെ പലവിധ ആഗ്രഹങ്ങളും നമ്മളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ശരിയായ ജ്ഞാനം നമുക്കെങ്ങനെ ലഭിക്കും? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അതിനൊന്നും അനുവദിക്കുന്നില്ല. എപ്പോഴാണ് ഈ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്നത്? അങ്ങനെ പറയുന്ന ഒരാൾക്ക് അവരുടെ മരണം വരെ സാഹചര്യം ഉണ്ടാവുകയില്ല. മനുഷ്യനാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്നാലോചിക്കുക. ശരിയായ ഇന്ദ്രിയ നിഗ്രഹണം നടത്തിയ ഒരാൾക്ക് മാത്രമേ ശരിയായ ജ്ഞാനം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അയാളിൽ ഉള്ള ജ്ഞാനം ഇളക്കമില്ലാത്തതായിത്തീരും. അയാളുടെ ഭക്തിക്ക് യാതൊരു കുറവും വരികയില്ല. ഇനി ഇടിവെട്ടി മഴ പെയ്താലും നമ്മുടെ ചുറ്റുപാടും നമുക്കിഷ്ടമുള്ള ആഹാര സാധനങ്ങൾ നിരത്തി വെച്ച ആളുകൾ ആഹാരം കഴിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിക്കും യാതൊരു കുറവും ഞാൻ വരുത്തുകയില്ല എന്ന് ഒരാൾക്ക് എപ്പോഴാണോ പറയാൻ സാധിക്കുന്നത്, അവൻ്റെ ജ്ഞാനമാണ് ഇളക്കമില്ലാത്തത്. നമുക്ക് ഒരു കൊച്ചു കുഞ്ഞ് ഉണ്ട് എന്ന് വിചാരിക്കുക. ആ കുഞ്ഞിന് ഒരു പനി വന്നു. നമ്മൾ അന്നത്തെ ദിവസം നല്ല ഒരു സിനിമ അത് കാണാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ കാലമായിട്ട് ആഗ്രഹമാണ് ആ സിനിമ കാണാൻ പോകണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് രാവിലെ, വൈകുന്നേരമാണ് പോകുന്നത്, അന്ന് രാവിലെ നമ്മുടെ കൊച്ചു കുഞ്ഞിന് ഒരു പനി വന്നു എന്ന് കരുതുക. നമ്മൾ സിനിമ കാണാൻ പോകുമോ? ആദ്യം ആലോചിക്കുക. ഒരിക്കലും പോകില്ല അല്ലേ? നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. കാരണം നമ്മുടെ പ്രയോറിറ്റി എന്താണ്? സിനിമ കാണുന്നതിലല്ല, നമ്മുടെ കുഞ്ഞിൻ്റെ പനിയാണ്. പക്ഷേ ആ സമയത്തൊരു ഏകാദശിയാണ് വരുന്നതെങ്കിലോ നമ്മൾ ഉറപ്പായിട്ടും അടുത്ത ഏകാദശി എടുക്കാം, ഇത്തവണ സിനിമ കാണാൻ പോകാം. അവിടെ പോയിട്ട് സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഹോട്ടലിലൊക്കെ കയറി, ആര്യാസിലൊക്കെ കയറി ഒരു മസാല ദോശയൊക്കെ കഴിക്കാം എന്നുള്ള ചിന്തയായിരിക്കും നമ്മുടെ മുമ്പേ വരുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലങ്ങ് വിഷമമാണ് ഇല്ലേ? അപ്പോൾ ആരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം ഇന്ദ്രിയ നിഗ്രഹണം എവിടെ സാധ്യമാകുന്നുണ്ടോ, ആർക്ക് സാധ്യമാകുന്നുണ്ടോ അവരാണ് ശരിയായ ജ്ഞാനി. അവരുടെ ജ്ഞാനം ഉറച്ചതാണ്. നമ്മുടെ കുഞ്ഞിനോടുള്ള സ്നേഹം ശരിയായ സ്നേഹമാണ്. അതിൽ പൂർണ്ണമായ ആത്മാർത്ഥത നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിൻ്റെ കാര്യത്തിന് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ സർവേശ്വരൻ്റെ കാര്യത്തിൽ നമ്മൾ ആ പ്രാധാന്യം കൊടുക്കാറില്ല. പലരും കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കുന്നുള്ളവർ ജ്ഞാനികൾ. അതാണ് ഈശ്വരൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. പാർത്ഥനോട് അതാണ് പറയുന്നത്, ഇന്ദ്രിയ നിഗ്രഹണം നടത്തുക, അനാവശ്യമായ ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ ഒഴിവാക്കുക എന്നാണ് കൃഷ്ണൻ പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.